സംസ്ഥാനത്തെ ഞെട്ടിച്ച തൃശൂരിലെ ATM കൊള്ളയിൽ നിർണായക തൊണ്ടി മുതലുകൾ കണ്ടെടുത്ത പോലീസ്. ATM ട്രേയും ATM തകർക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് കട്ടറുമാണ് കണ്ടെടുത്തിയത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. തൃശൂർ ഈസ്റ്റ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികളുടെ കുറ്റസമ്മതമൊഴി. അതേസമയം കവർച്ചയിലൂടെ ശേഖരിച്ച പണം റമ്മി കളിച്ച് കളഞ്ഞെന്നാണ് പ്രതികളുടെ മൊഴി. തൃശൂരിലെ ATM കൊള്ള നടത്തിയ പ്രതികളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ഇന്ന് ലഭിച്ചത്. ഒന്നിലധികം ATMകൾ ഒരേ ദിവസം കവർച്ച ചെയ്യാൻ വമ്പൻ പദ്ധതികളാണ് പ്രതികൾ ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ മാസം 26-നാണ് മോഷണ പദ്ധതി ആസൂത്രണം ചെയ്ത് പ്രതികൾ കേരളത്തിലേക്ക് എത്തിയത്. കവർച്ചയ്ക്കായി ഉപയോഗിച്ച കാർ ഇവർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ച് തന്നെ കണ്ടെയ്നർ ലോറിയിൽ കയറ്റി. തുടർന്ന് ചാലക്കുടി പോട്ട ഭാഗത്ത് വെച്ച് കാർ പുറത്തിറക്കി. പുലർച്ചെ 1 മണിയോടെ ഇവർ ആദ്യ കവർച്ചയ്ക്കായി മാപ്രാണത്തേക്ക് എത്തുകയായിരുന്നു. മൂന്നാമത്തെ കവർച്ചയും പൂർത്തിയാക്കി കഴിഞ്ഞ് കണ്ടെയ്നർ ലോറി ചാലക്കുടിയിൽ നിന്ന് മണ്ണൂത്തി മുടിക്കോട്ടെത്തിച്ചു. മുടിക്കോട്ട് വെച്ചാണ് കണ്ടെയ്നർ ലോറിയിലേക്ക് വീണ്ടും കാർ കയറ്റുന്നത്. തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കാലിൽ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രതി അസർ അലിയാണ് കൊള്ളയ്ക്കുപയോഗിച്ച കാർ വാങ്ങിയതെന്നും കസ്റ്റഡിയിലുള്ളവർ പോലീസിനോട് പറഞ്ഞു. അതേസമയം വിവിധ ATM കവർച്ചകളിലൂടെ ശേഖരിച്ച പണം റമ്മി കളിച്ച് കളഞ്ഞു കുളിച്ചെന്നാണ് പ്രതികളുടെ മൊഴി. ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് മുഖ്യ ആസൂത്രകൻ മുഹമ്മദ് ഇക്രം ഉൾപ്പെടെയുള്ള പ്രതികളുമായി കവർച്ച നടന്ന ATMകളിലും പരിസര പ്രദേശങ്ങളിലും തെളിവെടുപ്പ് നടത്തി. താണിക്കുടം പാലത്തിന് സമീപത്ത് പുഴയിൽ നിന്ന് നിർണായക തൊണ്ടി മുതലായ ATM ട്രേ പോലീസ് കണ്ടെടുത്തു. SBI ATM കോർഡിനേറ്റർ രാഹുൽ തൊണ്ടി മുതൽ സ്ഥിരീകരിച്ചു. ATM തകർക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടറും ഇതോടൊപ്പം കണ്ടെത്തി. ചാക്കിൽ കെട്ടി പുഴയിലേക്ക് എറിഞ്ഞ നിലയിലായിരുന്നു ഗ്യാസ് കട്ടർ. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇനിയും വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. റിപ്പോർട്ടർ തൃശൂർ.